എന്നിട്ട് ഏതെങ്കിലും പുരോഹിതന് കഴിച്ചിട്ട് തൂങ്ങി ചത്തത് മരിച്ചത് എവിടെയാണ്? നാളെ കണ്ട് വാഴക്കുളത്തോടെ തൂങ്ങി ചത്തു എന്ന് പറഞ്ഞിട്ടു. അത് ഇത് കഴിച്ചിട്ടാണോ? ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വിശുദ്ധ കുർബാന അയോഗ്യതയോടുകൂടെ അർപ്പിച്ച് പുരോഹിതൻ ആത്മഹത്യ ചെയ്യാത്തത് എന്തുകൊണ്ട്? ഇതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ചോദ്യം. നമ്മളിപ്പോൾ കടന്നു വരുന്നത് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭയുടെ തന്നെ ഒരു 120ഓളം അടങ്ങുന്ന വിശ്വാസികൾ അടങ്ങുന്ന ഒരു കൂട്ടായ്മയിൽ ദൈവവചനം പറയാൻ പോയപ്പോൾ എനിക്കുണ്ടായ അനുഭവവുമായി ബന്ധപ്പെട്ട് അവർ പഠിപ്പിക്കുന്ന ചില തെറ്റായ ദൈവവചനത്തിൻ്റെ വളച്ചൊടിച്ചിട്ടുള്ള ചില പഠനങ്ങൾക്ക് എതിരെ, അല്ലെങ്കിൽ അവരെന്താണോ തെറ്റ് പഠിപ്പിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഓഡിയോ ആണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. ഈ അയോഗ്യതയോടുകൂടി ഭക്ഷിച്ചാൽ നിങ്ങൾ പലരും രോഗികളാകും, ചിലര് ദുർബലരാകും. ദുർബലരാകുന്ന ചിലപ്പോൾ തളർവാദോ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് തോന്നുന്നു. ചിലര് മരിച്ചും പോകും. ഇത് ഭക്ഷിച്ചിട്ട് ഇന്ന് വരെ ആരെങ്കിലും മരിച്ച സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കഴിക്കുന്ന യോഗ്യന്മാരെ തന്നെ പോയി കഴിക്കുന്നത് കൂടെ ഇന്നിപ്പോ ഈ കുർബാന അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ച് ചെല്ലണമെന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ യോഗ്യന്മാരല്ലേ? എന്നിട്ട് അവര് കഴിച്ചിട്ടുള്ള കുഴപ്പമുണ്ടോ? അപ്പൊ അവരൊക്കെ പുളിങ്കുരു പറയാനല്ലേ? അപ്പൊ ഇത് കഴിച്ചിട്ട് ഇത് കഴിച്ചാൽ യൂദാസിന് മാത്രം എന്തുണ്ട്? യൂദാസ് മാത്രം തൂങ്ങിയിട്ടാവും. ബാക്കി അയോഗ്യതയോട് കഴിച്ചാൽ ഇത് അയോഗ്യതയോടുകൂടി ഈ പുരോഹിതൻ അർപ്പിക്കുന്ന ബലി, ഈ പുരോഹിതൻ ഇത് അർപ്പിക്കുകയും പുരോഹിതൻ ഇത് കുടിക്കുകയും ചെയ്യണം. ഏതെങ്കിലും അന്വേഷിക്ക് കുടിക്കാൻ കിട്ടുന്നുണ്ടോ? നക്കാൻ പോലും കിട്ടുന്നുണ്ടോ? ഇല്ല. എന്നിട്ട് ഏതെങ്കിലും പുരോഹിതന് കഴിച്ചിട്ട് തൂങ്ങി ചത്തത് മരിച്ചത് എവിടെയാണ്? നാളെ കണ്ട് വാഴക്കുളത്തോടെ തൂങ്ങി ചത്തു എന്ന് പറഞ്ഞിട്ടു. അത് ഇത് കഴിച്ചിട്ടാണോ? അപ്പൊ അവര് വേണ്ടി യോഗ്യ. അപ്പൊ ഇതിന്റെ അർത്ഥം അതൊന്നല്ല എന്റെ പൊന്നു സഹോദരന്മാരെ. ഞാനിപ്പോ അതിനെ കുറിച്ചൊന്നും പറയില്ല. അപ്പൊ ഈ യോഹന്നാൻ 6:54 പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്റെ ശരീരം ഭക്ഷിക്കാൻ നിത്യജീവനുണ്ട്, അവസാന ദിവസം അവനെ ഞാൻ ഉയർപ്പിക്കുന്ന പുനരുത്ഥാന ശരീരം കൊടുത്ത് ഉയർപ്പിക്കുന്നല്ലോ പറഞ്ഞേ. ഈ സാധനം കഴിച്ച ഈ പറയുന്നത് ഇത് സത്യമായിട്ട് അങ്ങനെ തന്നെ ആണ് എങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞത് സത്യമായിട്ട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണെങ്കിൽ, ഈ പറയുന്ന യൂദാസിനെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാന സമയത്ത് ഉയർപ്പിക്കണം. പക്ഷെ ഉയർപ്പിക്കുമോ? ഇല്ല. അപ്പൊ ഈ പറഞ്ഞതനുസരിച്ച് ഈ സത്യം എന്തല്ല? അസത്യമല്ലേ? അപ്പൊ ഇതിന്റെ അർത്ഥം അതാണോ? അല്ല. അപ്പോ ഈ കുർബാന കൊണ്ട്, ഈ കുർബാന എന്ന് പറയുന്ന ഈ കുദാശ കൊണ്ട് അവിടെ ഒരു സത്താ മാറ്റവും നടക്കുന്നില്ല, ഒരു വസ്തു മാറ്റവും നടക്കുന്നില്ല, ഒരു ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷനും നടക്കുന്നില്ല. വെറും തട്ടിപ്പ് മാത്രമാണ്. ഈ കുർബാന എന്ന് പറയുന്നത് സ്വീകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും സ്വർഗത്തിൽ പോകാമെന്നൊരു വ്യാമോഹമുണ്ടെങ്കിൽ ഈ പുസ്തകം സത്യമായിട്ട് പറയുന്നത് നടക്കൂല. അങ്ങനെ ആരെങ്കിലും പള്ളിയിൽ പോയി ഈ സാധനം മേടിച്ച് കഴിച്ചാൽ സ്വർഗത്തിൽ പോകാമെന്ന് ഈ യോഹന്നാൻ അങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടില്ലേ? ഇല്ല. കാരണം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. അപ്പോ ആർക്കാണ് ശിക്ഷാവിധി ഇല്ലാത്തത്? പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും. തിന്നുന്നവനോ? തിന്നാലല്ല കിട്ടുന്നത്. ഇനി അടുത്ത 3-ാം അധ്യായം 3:36 വായിക്കുക. പുത്രനിൽ വിശ്വസിക്കുന്നവന് പുത്രനെ അനുസരിക്കാത്തവൻ. അപ്പൊ നിത്യജീവൻ കിട്ടുന്നത് തിന്നുമ്പോഴാണോ വിശ്വസിക്കുമ്പോഴാണോ? ഇനി 5:24 ഇവിടെ സത്യം പറയാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം ശ്രവിക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവര് നിത്യജീവനുണ്ട്. തിന്നാൽ കിട്ടുമെന്നാണോ പറഞ്ഞത്? വിശ്വസിച്ചാൽ കിട്ടുമെന്നാണോ പറഞ്ഞത്? 6:40 മുതൽ 47 വരെ വായിച്ചു നോക്കുക. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. തിന്നുന്നവന് നിത്യജീവൻ ഉണ്ടാകണമെന്നല്ല, കുടിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകണമെന്നല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം. പിന്നെ എന്താണ്? വിശ്വസിക്കുന്നവന് അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർത്തും. മേഘപ്രത്യക്ഷതയിൽ അവന്റെ ശരീരത്തിന് എന്ത് ചെയ്യും? പുനരുത്ഥാനം കൊടുത്ത് ഞാൻ ഉയർപ്പിക്കും. തിന്നുന്നവനല്ല, വിശ്വസിക്കുന്നവന്. അല്ലേ?
താഴേക്ക് വായിച്ചോളൂ. സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനായ യേശു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന്. അപ്പോ ഇത്രയും ഈ യോഹന്നാൻ ഇങ്ങനെ സത്യമായി ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യോഹന്നാൻ പറയാണ്, അതിനെല്ലാം വിപരീതമായിട്ട് പറയാണ്, തിന്നുന്നവനാണ് കിട്ടുന്നത്, വിശ്വസിക്കുന്നവനല്ല എന്ന് യോഹന്നാൻ പറയുമോ? അപ്പൊ ഈ പുസ്തകം യോഹന്നാൻ എഴുതിയത് എന്തിനാണെന്ന് മനസ്സിലാക്കണം. അത് 20-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ ഈ പുസ്തകം കൺക്ലൂഡ് ചെയ്യുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഈ പുസ്തകം എഴുതിയത് അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് എന്തിനാണ്? വിശ്വസിക്കുന്നവന് നിത്യജീവൻ കിട്ടുന്നു എന്ന് പറയാനാണോ, അതോ തിന്നുന്നവന് കിട്ടുന്നു എന്ന് പറയാനാണോ? ഈ പുസ്തകം അവസാനിപ്പിക്കാൻ എഴുതി യോഹന്നാൻ അവസാനിപ്പിക്കുമ്പോൾ പറയാണ് 20:31 പറയാണ്, ഞാൻ ഇവ തന്നെയും എഴുതിയത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിക്കുക വഴി നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ നിത്യജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം എഴുതിയത് എന്ന് പറയാം. അപ്പൊ ഈ പുസ്തകം എഴുതി ഇതിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് വന്നിട്ട് പറയാണ്, ഈ പുസ്തകം എഴുതി തിന്നുന്നവർക്കും കുടിക്കുന്നവർക്കും നിത്യജീവൻ ഉണ്ടാകാനാണെന്ന് പറഞ്ഞാൽ ഈ പുസ്തകം കീറിക്കളയണം, വേണ്ടേ? അപ്പൊ ഈ പുസ്തകം എഴുതിയത് പോലും എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വസിക്കുന്നവർ. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന പുരോഹിതർ മുഴുവനും ആത്മഹത്യ ചെയ്യണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വ്യക്തി അയോഗ്യതയോടുകൂടി സ്വീകരിച്ചാൽ ഉടനടി യൂദാസിനെ പോലെ പോയി ആത്മഹത്യ ചെയ്താലേ അത് ശരിയാകത്തുള്ളൂ എന്ന ഒരു അന്ധമായ വിശ്വാസത്തിലാണ് ഇദ്ദേഹം സംസാരിച്ചു വരുന്നത്. മാത്രമല്ല വളരെ ആവേശത്തോടു കൂടി കളിയാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, വാഴക്കുളത്തോ എവിടെയോ ഒരു പുരോഹിതൻ അത് മരിച്ചു എന്നൊന്നല്ല, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് നിങ്ങൾ കേട്ടതാണല്ലോ. അപ്പം ഇങ്ങനെ അന്ധമായ ചില വിശ്വാസത്തിലും ചില മുറിവുകളുടെയും ഫലമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രബോധനങ്ങളും. അതിൻ്റെ കീഴിൽ പോകുന്ന ഏകദേശം 120 പേരടങ്ങുന്നവർ ഞാനവിടെ കണ്ടവരുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, പല ദിവസങ്ങളിൽ പലരും മാറി മാറി വരും. അപ്പോൾ ഈ ഒരു ഫോളോ അപ്പ് ഈ 120 പേരിൽ നിൽക്കുന്നതല്ല. മാത്രമല്ല ഇവരൊക്കെ സമ്പന്നമായി നിൽക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റാഫുകളെ ഇവിടേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു രീതി ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് മിക്കതും മില്ലുകളാണ്, റൈസ് മില്ലുകളാണ്. അപ്പോൾ ഈ റൈസ് മില്ലുകളിലെ തൊഴിലാളികൾ, പ്രത്യേകിച്ച് മാനേജർമാർ, അതിൻ്റെ മറ്റാളുകൾ, അങ്ങനെ പ്രവർത്തിക്കുന്നവരെല്ലാവരോടും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ചില രീതികളും ഇവിടെ കാണാമെന്നുള്ളത് ഞാൻ അവിടെ പുറത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ പലരിൽ നിന്നും ഇങ്ങനൊരു അഭിപ്രായം കേൾക്കാനിടയായി. അത് സത്യമോ ശരിയോ തെറ്റോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇങ്ങനൊരു അഭിപ്രായം കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ അനേക വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന ചില മേഖലകളാണ്. ഇദ്ദേഹം ഇവിടെ പഠിപ്പിച്ചു വയ്ക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഇവിടെ കൃത്യമായിട്ട് കേട്ടു. വിശ്വാസം മാത്രം മതി, പ്രവൃത്തി ഒന്നിനും ആധാരമല്ല. അങ്ങനെ ഒരു പ്രവൃത്തിയേ ഇല്ല, വിശ്വാസമാണ് വേണ്ടത്. ഞാൻ അവസാനം അവിടുന്ന് തിരിച്ച് സംസാരിച്ചിട്ട് പോരുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഈ വിശ്വാസം എന്നതിൻ്റെ പ്രതിഫലനമായൊരു പ്രവൃത്തിയുണ്ട്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു അനുസരണമുണ്ട്. ഞാൻ ക്രിസ്തു പറഞ്ഞ 90 കാര്യങ്ങളും ഞാൻ കേൾക്കുകയും ബാക്കി 10 കാര്യം, 100 കാര്യത്തിൽ 10 കാര്യം ഞാൻ കേൾക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അവിശ്വാസം എന്നേ പറയാൻ പറ്റത്തുള്ളൂ, അതിനെ വിശ്വാസം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. യേശു പറഞ്ഞ 90% കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് ചെയ്യുന്നു. പക്ഷെ 10% ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനതിന് കാര്യമായി വില കൊടുക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് അവിശ്വാസം എന്ന് പറയുന്നത്. ആ വ്യക്തിയെ ഒരിക്കലും വിശ്വാസിയുടെ തലത്തിൽ പെടുത്താനേ കഴിയത്തില്ല എന്ന് ദൈവവചനം പറയുക. നമ്മൾ 1-2 വാക്യങ്ങൾ വചനങ്ങളിലൂടെ നമ്മളൊന്ന് പരിശോധിച്ചു പോവുക. ഇദ്ദേഹം ഉപയോഗിച്ച വചനങ്ങൾ തന്നെ പരിശോധിച്ചു പോവുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 18-ാം വാക്യം ഇദ്ദേഹം ഉപയോഗിച്ചത് വിശ്വാസം മാത്രം മതി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ വചനം നമ്മളൊന്ന് വായിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല, വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. തൊട്ട് താഴെയുള്ള വാക്യം കൂടി, അതായത് വിശ്വാസം മാത്രം മതി എന്ന് പറയാനാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ആ വാക്യം ഉപയോഗിച്ചത്. തൊട്ട് താഴെ, ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. അതായത് ദൈവവചനം പറയുകയാണ്, ഇതാണ് ശിക്ഷാവിധി. എന്ത്?
പ്രകാശത്തെ, ക്രിസ്തുവിനെ സ്വീകരിക്കാത്തത്. അപ്പൊ യേശു പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്തതാണ് ശിക്ഷാവിധി എന്ന് വ്യക്തമായിട്ട് ദൈവവചനത്തിൽ പറയുകയാണ്. അപ്പൊ ഇദ്ദേഹം വിശ്വാസം മാത്രം മതി എന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ സ്വീകരിക്കത്തില്ല, വെറുതെ വിശ്വാസം മാത്രം ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞ് ഇതിൽ നിന്നും ഒഴിവില്ല. കാരണം ആ വിശ്വാസിക്ക് അതിൻ്റെ പ്രവൃത്തി കൂടെ വേണമെന്ന് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. കാരണം പ്രകാശം ലോകത്തിലേക്ക് വന്നു, ആ ക്രിസ്തുവിനെ, ആ പ്രകാശത്തെ വിശ്വസിക്കുന്നത്, അവനെ സ്വീകരിക്കുമ്പോൾ, അവനെ അനുസരിക്കുമ്പോഴാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. യോഹന്നാൻ 3:36 അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. ആ വാക്യത്തിൽ എങ്ങനെയായിരുന്നു? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു. അതിൻ്റെ പകുതി മാത്രം എടുത്തു. അതിൻ്റെ താഴോട്ടൊരു കാര്യം കൂടിയുണ്ട്. പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേലുണ്ട്. ദൈവവചനം എന്താ പറയുന്നത്? പുത്രനെ അനുസരിക്കാത്തവൻ. യേശു യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് ഭക്ഷിക്കുവിൻ. അത് ഞങ്ങൾ അനുസരിക്കത്തില്ല, അത് ഞങ്ങൾക്ക് അനുസരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയത് ആരായിരുന്നു? 12 ശിഷ്യന്മാരല്ലാത്ത മറ്റു പലരും യേശുവിനെ വിട്ടുപോയി. കാരണം എന്തായി? അവർക്കത് അനുസരിക്കാൻ പറ്റത്തില്ല. അതാണ് 3-ാം അധ്യായം 36-ാം വാക്യം വ്യക്തമായിട്ട് പറയുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ഈ അനുസരണം എന്ന് പറഞ്ഞത് എവിടെ നിന്നാണ് വരുന്നത്? ഇനി അനുസരണം എന്ന് പറഞ്ഞത് പ്രവൃത്തി അല്ലാതെ മറ്റെന്താണ്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഒരു വ്യക്തി പറയുകയാണ് എനിക്ക് അനുസരണമുണ്ട് എന്ന് പറഞ്ഞാൽ ആ അനുസരണം പ്രവൃത്തിയായിരിക്കണം. പ്രവൃത്തി അല്ലാതെ ഒരു അനുസരണം നമുക്ക് എങ്ങനെ കാണിച്ചു തരാൻ പറ്റും? അപ്പം ഞാൻ എൻ്റെ മകനോടൊരു കാര്യം പറയുന്നു, അവനത് അനുസരിക്കുന്നു എന്ന് വെച്ചാൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഇത് തന്നെയല്ലേ എല്ലാം. ഏതൊരു വ്യക്തി ആരോട് എങ്ങനെ, ഇത് വ്യക്തി ജീവിതം വെച്ച് നമുക്ക് പരീക്ഷിക്കാനുള്ളതല്ല, എങ്കിലും സാമാന്യ ബുദ്ധിക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുക. അനുസരണം എന്ന വാക്ക് പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. അതാണ് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കത്തില്ല. അവിടെ ജീവനെ കുറിച്ചാണ് പറയുന്നത്. യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കാത്തവൻ ജീവൻ കാണത്തില്ല. കാരണം അത് അനുസരണമില്ലാത്തവനാണ്. അങ്ങനെ അനുസരിക്കാൻ കഴിയാത്തവൻ ജീവൻ ദർശിക്കത്തില്ല. അവൻ ഏത് വിശ്വാസിയായിക്കൊള്ളട്ടെ, അവൻ എത്ര വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊള്ളട്ടെ, അവൻ ജീവൻ ദർശിക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം 36-ാം വാക്യം വ്യക്തമായി ദൈവത്തിൻ്റെ വചനം ക്രിസ്തു പറഞ്ഞ കാര്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യേശു അത് കൃത്യമായി നമ്മളോട് പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 64 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട്, അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതൽ അവൻ അറിയാമായിരുന്നു. അതായത് വിശ്വസിക്കാത്തവൻ അത് അവനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിന്റെ ആത്മാവിന് തുല്യമാണെന്നാണ് വചനം പറയുന്നത്. വിശ്വസിച്ച് അനുസരിക്കാത്തവൻ യൂദാസിന്റെ ആത്മാവിന് തുല്യൻ, എന്നെ ഒറ്റിക്കൊടുക്കുന്ന ആത്മാവിന് തുല്യൻ. 65-ാം വാക്യം, അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കൽ വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനുശേഷം വളരെ പേർ അവനിൽ നിന്നും വിട്ടുപോയി എന്ന് വചനം പറയുന്നു. അപ്പോൾ വിശ്വസിച്ച് അനുസരിക്കാൻ താല്പര്യമില്ലാത്തവൻ ക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുന്നവനാണ്. ആ അനുസരിക്കാൻ താല്പര്യമില്ലാത്തവൻ അവൻ ഇങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ? പ്രവൃത്തി വേണ്ട, വിശ്വാസം മാത്രം മതി. ഇനി അങ്ങനെ പ്രവർത്തിക്കുന്ന പുരോഹിതർ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല, എന്തുകൊണ്ട് മരണപ്പെടുന്നില്ല? ഇങ്ങനെ വികലമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനേ ആർക്ക് സാധിക്കത്തുള്ളൂ? ഇദ്ദേഹത്തെ പോലെയുള്ള കൾട്ട് പഠനങ്ങൾക്ക് സാധിക്കത്തുള്ളൂ എന്ന് വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നു. വീണ്ടും മത്തായി സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. ചില വാക്യങ്ങളിലൂടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, വിശ്വാസം മാത്രം മതിയോ? അദ്ദേഹം ഏകദേശം 4-5 മിനിറ്റ് വിശ്വാസം മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോയ ആ ഒരു കാര്യത്തിന് മറുപടിയായിട്ട്, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും. യേശു പറയുകയാണ്, എൻ്റെ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും. അവ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തിയിൽ അധിഷ്ഠിതമാണ്. അപ്പൊ യേശു പറഞ്ഞ വിശ്വാസം മാത്രം, എൻ്റെ ഹൃദയത്തിൽ വിശ്വാസമൊക്കെ ഉണ്ട്, ഇത് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാൽ പോരാ, ആ പ്രവൃത്തി വേണം. വിശ്വാസത്തിന് അധിഷ്ഠിതമായ പ്രവൃത്തി. അതാ പറയുന്നത്, അനുസരിക്കുകയും ചെയ്യണം. വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അനുസരിക്കുകയും ചെയ്യണമെന്ന്. വീണ്ടും ലൂക്കാസ് സുവിശേഷം അതിന്റെ 8-ാം അധ്യായം 21-ാം വാക്യം, അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും. അതായത് യേശുവിൻ്റെ അമ്മയും സഹോദരനും പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആരാണ് എൻ്റെ അമ്മയും സഹോദരനും? ഈ കോണ്ടസ്റ്റിൽ യേശു പറയുകയാണ്, ദൈവവചനം ശ്രവിക്കുകയും, യോഹന്നാന്റെ സുവിശേഷം 6:48 എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയുമ്പോൾ അത് ശ്രവിച്ചുകൊണ്ട്
അതനുസരിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോയവരല്ല പറയുന്നത്. അത് അനുസരിക്കുകയും ചെയ്യുന്നവൻ അവനാണ് എൻ്റെ അമ്മയും സഹോദരരും എന്നാണ് യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ലൂക്കാ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 46 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ വളരെ ക്ലിയറായി ദൈവവചനം നമ്മളോട് പറയുകയാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അതായത് ഈ മില്ലിൽ കൂടുന്ന 120 പേരോടും ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുക, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല? നിങ്ങളുടെ പ്രവൃത്തി ഇല്ലാത്തതുകൊണ്ട്. എന്തുകൊണ്ട്? യേശു ചോദിച്ചതാ, യേശു ക്രിസ്തു ചോദിച്ചതാ. ഞങ്ങൾക്ക് പ്രവൃത്തിയൊന്നും വേണ്ട, ഞങ്ങൾ അങ്ങനെ പ്രവൃത്തിയിൽ അധിഷ്ഠിതമല്ലെന്നേ. അങ്ങനെ പ്രവർത്തിച്ചാൽ അത് ദാനമല്ലാതെയാകും, അതാവും ഇതാവും എന്നൊക്കെ പറഞ്ഞ് വളച്ചൊടിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വാക്യമാണ്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? വീണ്ടും പറയാണ്, എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. അതായത് എൻ്റെ വചനം കേട്ട് പ്രവർത്തിക്കുന്നവൻ ആർക്ക് സദൃശ്യനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴി കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീണ് പണിത മനുഷ്യനോട് സദൃശ്യനാണ് അവൻ. ദൈവവചനം പറയുക, പ്രവൃത്തിയില്ലാതെ വിശ്വാസം മാത്രം മതി എന്ന് പറഞ്ഞ് തെറ്റു പഠിപ്പിക്കുമ്പോൾ അത് എവിടെ പണിത ഭവനമാണ്? മണൽപ്പുറത്ത് പണിത ഭവനമാണ്. ഒരു കാറ്റ് വന്നാൽ തീരും, ഒരു തിരമാല വന്നാൽ തീരും. അത്രേ ഉള്ളൂ നിന്റെ വിശ്വാസം, അത്രയേ ഉള്ളൂ നിന്റെ വിശ്വാസം. അതിനപ്പുറം നിന്റെ വിശ്വാസം പോകത്തില്ല. വിശ്വാസം യഥാർത്ഥമാണെങ്കിൽ, അത് ആഴത്തിൽ കുഴിച്ചതാണെങ്കിൽ, അത് പാറമേൽ അടിസ്ഥാനമിട്ടതാണെങ്കിൽ അവൻ എന്തിനു സദൃശ്യമാണ്? പറഞ്ഞത് പ്രവർത്തിക്കുന്നവനാണ്. ആ പ്രവൃത്തി ഉണ്ടായാലേ അവന് വിശ്വാസിയാകത്തുള്ളൂ, അവന് വിശ്വാസി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ തിരിച്ചു വന്നപ്പോൾ 120 പേരോടുമായി ഒരുമിച്ച് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങളെ വിശ്വാസി എന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്താ? യേശു പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, യേശു പറഞ്ഞത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അവരെ വിശ്വാസി എന്ന ഗണത്തിൽ പെടുത്താൻ കഴിയത്തില്ല, അവർ അവിശ്വാസിയാണ്. ഈ പഠിപ്പിക്കുന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ ഭാര്യയെ വിശ്വസിക്കുകയാണ്. 99% കാര്യത്തിലും ഈ പഠിപ്പിക്കുന്ന വ്യക്തിക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യയെ വിശ്വാസമാണ്. പക്ഷേ അവൾ മൊബൈലിലൂടെ വാട്സപ്പിലൂടെ ആരോടോ ബന്ധപ്പെടുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. സംശയം മാത്രം, സംശയമുണ്ട്. ഇതിനെന്താ പറയുന്നത്? വിശ്വാസം എന്നാണോ അവിശ്വാസം എന്നാണോ പറയുന്നത്? ആ വ്യക്തിക്ക് ഭാര്യയെ സംശയമാണ്. അതായത് ഭാര്യയെ വിശ്വാസമില്ല, ഭാര്യയെ അവിശ്വസിക്കുന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ക്രിസ്തു പറഞ്ഞ 99 കാര്യവും വിശ്വസിക്കുകയും ഒരു കാര്യം അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പറയുന്നതാണ് അവിശ്വാസി. അവൻ വിശ്വാസിയല്ല, അവൻ അവിശ്വാസിയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:28 വാക്യം നമ്മളോട് പറയുകയാണ്, അപ്പോൾ അവൻ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? വളരെ നല്ലൊരു ചോദ്യമാണ്. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ മുഴുവൻ പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എങ്ങനത്തെ പ്രവൃത്തിയായിരിക്കണം? ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തിയായിരിക്കണം. കർത്താവ് എന്ത് പറഞ്ഞോ അതനുസരിച്ചുള്ള പ്രവൃത്തിയായിരിക്കണം. ഇത് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായമാണ്. ജീവന്റെ അപ്പത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. വിഷയം ജീവന്റെ അപ്പമാണ്. അപ്പം വർദ്ധിപ്പിച്ചു. ആ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം തദനന്തരം ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷകൻ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇവിടെ വ്യക്തമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അപ്പൊ അവിടുന്ന് അയച്ചവനിൽ എങ്ങനെ വിശ്വസിക്കണം? ഏത് തരത്തിലുള്ള വിശ്വാസമാണ്? നിന്നെ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? നീ ഒരു അടയാളം കാണിക്കുക എന്ന് പറഞ്ഞപ്പോൾ യേശുവിന് കാര്യം മനസ്സിലായി. ഇവർ ചോദിക്കുന്ന ഈ അടയാളം എന്തിനു തുല്യമാണ്? ഇവർ ചോദിക്കുന്ന ഈ അടയാളം ഒറ്റ കാര്യമേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇവർ ചോദിക്കുമ്പോൾ നിയമാവർത്തന പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യത്തിൽ മോശ ഇങ്ങനെ പറഞ്ഞു, എന്നെ പോലെ ഒരു പ്രവാചകനെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. ദൈവം നിങ്ങളുടെ അടുത്തേക്ക് അയക്കും, എന്നെ പോലെ ഒരു പ്രവാചകൻ. അപ്പൊ മോശ എന്ത് ചെയ്തു? ആകാശത്ത് നിന്ന് മന്ന കൊടുത്തു. അപ്പോൾ കർത്താവ് യേശു എന്ത് ചെയ്യണം? ആകാശത്ത് നിന്ന് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ അവനിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ മോശയേക്കാൾ ശ്രേഷ്ഠനായ ഒരുവനാകണം. അതിന് നീ എന്ത് പ്രവർത്തിക്കുന്നു എന്നുള്ള ചോദ്യമാണ്. അതായത് അവിശ്വാസിയായി നിന്നുകൊണ്ട് തന്നെയാണ് അവർ ചോദിക്കുന്നത്, ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്നത്. അപ്പൊ യേശു പറഞ്ഞ് എന്നിൽ വിശ്വസിക്കണം. അതെങ്ങനെ? ഞാൻ പറയുന്നത് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ എന്ത് പറഞ്ഞോ അതിൻ്റെ ആഴത്തിൽ മനസ്സിലാക്കി നിങ്ങൾ വിശ്വസിക്കണം. അതിനുശേഷം 6-ാം അധ്യായത്തിന് 48-ാം വാക്യം ഇങ്ങനെ കാണുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ
മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത്, ഭക്ഷിക്കുന്നവൻ മരിക്കുന്നില്ല. യേശു പറയുകയാണ്, ലോകത്തിന് ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. നിങ്ങൾക്കത് കുടിച്ചേ മതിയാകൂ, നിങ്ങളത് വിശ്വസിച്ചേ മതിയാകൂ. അവിശ്വാസിയാകാതെ വിശ്വസിച്ചേ പറ്റൂ. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിലല്ല, നിങ്ങൾ അന്ധകാരത്തിലാണ്. ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് വിശ്വസിച്ച് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രകാശത്തിലല്ല, അന്ധകാരത്തിലാണ്. യേശു പഠിപ്പിക്കുന്നത്. യേശു വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുക, ഓ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പ്രകാശത്തിലാണ്, ഞങ്ങൾക്ക് ശിക്ഷാവിധിയൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രവൃത്തിയും വേണ്ട, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, വിശ്വാസം മാത്രം മതി, ഞങ്ങൾക്ക് യാതൊരുവിധ പ്രവൃത്തിയും വേണ്ട എന്ന് ഇദ്ദേഹം പറഞ്ഞു വെക്കുക. ഇന്ന് ഇദ്ദേഹം പറയുന്നു പ്രവൃത്തിയൊന്നും വേണ്ട, വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നു. നാളെ ഇദ്ദേഹം പറയും നമ്മുടെ പ്രവൃത്തി നോക്കത്തില്ല ദൈവം നമ്മുടെ പ്രവൃത്തി നോക്കിയിട്ടല്ല നമ്മളെ നീതീകരിക്കുന്നത്. എൻ്റെ പ്രവൃത്തി നോക്കി നീതീകരിക്കേണ്ട ഒരു ദൈവമല്ല ദൈവം. അതുകൊണ്ട് ഏത് പാപവും ചെയ്തോ ദൈവം എന്ത് ചെയ്യത്തില്ല, ദൈവം നീതീകരിക്കാതിരിക്കത്തില്ല. നീ മദ്യപിക്കണോ, മദ്യപിച്ചോ, കുഴപ്പമില്ല, ദൈവം തന്നെ നീതീകരിക്കും എന്ന് നാളെ പഠിപ്പിച്ചു വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും നിനക്ക് വ്യഭിചരിക്കണോ, വേണമെങ്കിൽ വ്യഭിചരിച്ചോ, കാരണം ദൈവം പ്രവൃത്തി നോക്കുന്നില്ല, ദൈവം പ്രവൃത്തിയെ നോക്കുന്നില്ല എന്ന് ഇദ്ദേഹം പഠിപ്പിക്കും. കാരണം എന്താ? കാരണം ഇദ്ദേഹത്തിന്റെ ആശയത്തിൽ പ്രവൃത്തി വേണ്ടേ വേണ്ട. ഒരു വിശ്വാസിക്ക് യാതൊരുവിധ പ്രവൃത്തിയും വേണ്ട, അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ യാതൊരുവിധ പ്രവൃത്തിയും വേണ്ടെങ്കിൽ അവനെ രക്ഷയിലേക്ക് നയിക്കുമ്പോൾ അവന്റെ പ്രവൃത്തിയെ ദൈവത്തിന് നോക്കാൻ പറ്റും. അപ്പൊ അവന് വ്യഭിചാരം ചെയ്താൽ കുഴപ്പം. അപ്പോൾ നാളെ ഒരു പക്ഷേ ഈ 120 പേരടങ്ങുന്ന കൂട്ടായ്മയിൽ പല വ്യക്തികളും ഇത്തരം പാപത്തിലേക്ക് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നാളെ കൊലപാതകം ചെയ്താലും വ്യഭിചാരം ചെയ്താലും ഏത് വിധത്തിലുള്ള പാപത്തിലേക്ക് പോയാലും പ്രവൃത്തി വേണ്ടേ വേണ്ട എന്ന് പറയുമ്പോൾ, ഒരു പ്രവൃത്തിയും ദൈവം നോക്കത്തില്ല എന്ന് പറയുമ്പോൾ, ദൈവം പ്രവൃത്തി നോക്കിയിട്ടല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. അതല്ലാതെ നീ പോയി കോഴി വെട്ടേണ്ട കാര്യമില്ല, നീ പോയി നേർച്ചയർപ്പിക്കേണ്ട കാര്യമില്ല, നീ പോയി ഒരു ആടിനെ വെട്ടേണ്ട കാര്യമില്ല, പഴയ നിയമത്തിൽ ചെയ്ത പോലെ ഒരു കാളയെ ബലിയർപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള യാതൊരുവിധ നിയമാനുഷ്ഠാനങ്ങളും, പഴയ നിയമ അനുഷ്ഠാനങ്ങൾ വേണ്ട എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ പ്രവൃത്തി മൂലമല്ല നീ എന്ത് ചെയ്യുന്നത്, രക്ഷ പ്രാപിക്കുന്നത്. പ്രവൃത്തി മൂലമല്ല, വിശ്വാസം മൂലം എന്ന് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ മോശയിലൂടെ നൽകപ്പെട്ട ആ 613 കൽപ്പനകളും നിയമങ്ങളും ആ അനുഷ്ഠാനങ്ങളും അവിടെ പറഞ്ഞിരിക്കുന്ന മൃഗബലി പോലെയുള്ള ആ ബലി അനുഷ്ഠാനങ്ങൾ പോലെയുള്ള പ്രവൃത്തികൾ വേണ്ടേ വേണ്ട എന്നാണ് കർത്താവ് ഈശോമിശിഹാ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നിലുള്ള വിശ്വാസമാണ് നിനക്ക് വേണ്ടത്. എന്നാൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുകയും ഞാൻ പറഞ്ഞത് പ്രവർത്തിക്കുകയും വേണം. ഇവിടെയാണ് ഇത്തരക്കാർ വളച്ചൊടിക്കുമ്പോൾ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പ്രവൃത്തി ദൈവം നോക്കത്തില്ലെന്ന് പറയുമ്പോൾ വരുന്ന ഏറ്റവും വലിയ അപകടം, ഈ വ്യക്തികൾ പറഞ്ഞു വെക്കുന്നത് ഒരു പ്രവൃത്തിയും വേണ്ട, അവൻ്റെ ഒരു പ്രവൃത്തിയും ദൈവം നോക്കത്തില്ല എന്ന് പറയുമ്പോൾ അവന് മദ്യപാനമാകാം, അവന് വ്യഭിചാരമാകാം, അവന് കൊലപാതകിയാകാം, ഏത് തിന്മയിലും പാപത്തിലും അവന് മുന്നോട്ട് പോകാം. ഇത് പഠിപ്പിക്കുന്നത് പിശാചാണെന്ന് മനസ്സിലാക്കാൻ ഇതിൽ പരം വേറെ ഒന്നും വേണ്ട. കാരണം ദൈവവചനം വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അനുസരണം അവനിൽ ഉണ്ടാവുകയും ചെയ്യണം. ഇദ്ദേഹം ആവേശത്തോടുകൂടി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം കീറിക്കളയണ്ടേ? അതായത് ഇദ്ദേഹത്തിന് വായിച്ചിട്ട് മനസ്സിലായ വളച്ചൊടിച്ച വ്യാഖ്യാനങ്ങളിലൂടെ പോയിട്ട് പ്രവൃത്തി ഒന്നും വേണ്ട. ഇപ്പുറത്തെ യോഹന്നാൻ ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ക്രിസ്തു പറഞ്ഞ വാക്ക് എഴുതി വെച്ചിരിക്കുകയാണ്, എന്നെ ഭക്ഷിക്കണം, എന്നെ പാനം ചെയ്യണമെന്ന് യേശു പറഞ്ഞത്. അങ്ങനെ എഴുതി വെച്ചേക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കീറിക്കളയണം. ആവേശത്തോടു കൂടി കുറേ അമ്മച്ചിമാരിരുന്ന് പറയുന്നുണ്ട്, പിന്നെ കീറിക്കളയണം. ഇത്രയേ ഉള്ളൂ ഇവരുടെ വിശ്വാസം. അന്ധമായി ഇവർ ക്രിസ്തുവിലല്ല വിശ്വസിക്കുന്നത്, പകരം ഇവരെ പഠിപ്പിക്കുന്ന ടീച്ചറിലാണ് വിശ്വസിക്കുന്നത്. കാരണം ദൈവവചനത്തിൽ കൃത്യമായി അതിൻ്റെ അപ്പുറത്ത് എഴുതി വെച്ചിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിപ്പോൾ ഉപയോഗിച്ച മിക്ക വചനങ്ങളും ഇദ്ദേഹം ഉപയോഗിച്ച വാക്യങ്ങൾ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ടോക്കിൽ ഉപയോഗിച്ച വാക്യങ്ങൾ തന്നെയാണ്. കുറച്ച് വചനങ്ങളാണ് ഞാൻ മറ്റുള്ളവ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ തന്നെ വ്യക്തമാണ് വിശ്വാസവും അനുസരണവും അതിനൊത്ത പ്രവൃത്തിയും വേണമെന്നുള്ളത്. പക്ഷേ ഈ കേൾവിക്കാർക്ക് 120 പേർക്കും എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവർ വിശ്വസിക്കുന്നത് ക്രിസ്തുവിനെയല്ല, ഇവർ വിശ്വസിക്കുന്നത് അന്ധമായി ഇവരെ പഠിപ്പിക്കുന്ന
ഈ വ്യക്തിയെയാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നുള്ളത് ഇതിനാൽ തന്നെ വ്യക്തമാണ്. നീ യേശു പറഞ്ഞത് അനുസരിക്കാൻ താല്പര്യമില്ലേ? അത് ചെയ്യാൻ നിനക്ക് താല്പര്യമില്ലേ? യേശു പറഞ്ഞത് അനുസരിച്ച് പ്രവർത്തിക്കാൻ നിനക്ക് പറ്റത്തില്ലേ? ഉറപ്പ്, ജീവൻ നീ കാണത്ത് പോലുമില്ല എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ 120 പേരടങ്ങുന്നവരും ഈ പഠനത്തിൻ്റെ പിന്നാലെ പോകുന്നവരും ഇത്തരം പഠനങ്ങൾ കത്തോലിക്ക സഭയിലോ വിശ്വാസികളിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവരുടെ തിന്മയെ തിരിച്ചറിയുക, അവരുടെ അന്ധകാര പഠനത്തെ മനസ്സിലാക്കുക, അതിൽ നിന്നും ഓടി അകലുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.